പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 നുള്ളു കായപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് പൊടിയായി ചിരവിയെടുത്ത 1/2 കപ്പ് നാളികേരം ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതുകൂടിയിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരേക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കുക. അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് അതിലേക്കിട്ട് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും 4-5 പച്ചമുളക് നെടുകെ കീറിയതും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം വതക്കിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. അതൊന്ന് വതങ്ങിയതിന് ശേഷം അതിലേക്ക് 2 വഴുതനങ്ങ ക്യൂബ്സായി ഇതുപോലെ അരിഞ്ഞത് അതുകൂടി അതിലേക്ക് ചേർത്ത് 1 മിനിറ്റ് കൂടി കുറഞ്ഞ തീയിലൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ആ പച്ചമണം വിടുന്നത് വരയ്ക്ക് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറഞ്ഞ തീയിൽ ഒരു 3 മിനിറ്റ് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കലക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് ആ വഴുതനങ്ങയും ഉള്ളിയും എല്ലാം ഒന്ന് വെന്ത് വരുന്നവരേക്ക് ഒന്ന് വേവിച്ചെടുക്കുക. പുളിയുടെ പച്ചമണം എല്ലാം മാറി ഇതുപോലെ ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ച ആ നാളികേരം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് തിക്കായിട്ടുള്ള കറിയായിട്ടാണ് ഇതെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക. 1/2 സ്പൂൺ ശർക്കരപ്പൊടി കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് കുറഞ്ഞ തീയിൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നീട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് നല്ലവണ്ണം പൊട്ടി വന്നാലുടൻ 3 വറ്റൽമുളക് പൊട്ടിച്ചതും ഇട്ട് കുറച്ച് കറിവേപ്പിലയും അതിലോട് ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുത്ത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു വഴുതനങ്ങ തീയൽ റെഡി.